HSA ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ. അപ്പോൾ മൊഡ്യൂൾ 1 ആണ് ഞാൻ ഇന്ന് പറയുന്നത്. കണികാഗതികം എന്നാണ്, പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് മലയാളത്തിലാണ് നമുക്ക് എഴുതേണ്ടത്. നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും അടങ്ങുന്നത് നമുക്ക് മലയാളത്തിലാണ്. കൂടുതൽ പേരും മലയാളത്തിലല്ലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ കുറച്ച് നമുക്കതിൻ്റെ വേർഡ്സുകളും അതൊന്നും നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് അറിയണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ദൂരവും സ്ഥാനാന്തരവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കണികാഗതികത്തിലെ മൊഡ്യൂൾ 1 കണികാഗതികം പാർട്ടിക്കിൾ ഡൈനാമിക്സിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. കണികാഗതികം പാർട്ടിക്കിൾ ഡൈനാമിക്സ് മൊഡ്യൂൾ 1. കണികാഗതികം എന്ന് പറയുന്നത് ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കണികാഗതികം. കണികാഗതികം എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് ആണ്. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവുക. അപ്പോൾ അതിൻ്റെ മലയാളമാണ് കണികാഗതികം. അപ്പോൾ ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെക്കുറിച്ച്, നമ്മൾ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, ബലങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കണികാഗതികം. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. എന്താണ്? സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റമില്ലെങ്കിൽ അതെന്തിനാണ്? നിശ്ചലാവസ്ഥയിലാണെന്ന് പറയും. ആ വസ്തു എന്തായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. സമയത്തിനനുസരിച്ച് ആ വസ്തുവിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയും. അതുപോലെ തന്നെ അവലംബക വസ്തു. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. റെഫറൻസ് ബോഡി എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തുവിനെ അവലംബക വസ്തു എന്നാണ് പറയുന്നത്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്ന് പറയാം. അപ്പോൾ ആ റെഫറൻസ് ബോഡിനനുസരിച്ച് നമ്മളൊരു വസ്തു സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയാം. അല്ലെങ്കിൽ ആ വസ്തുവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ എന്താണ്? അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയും. അപ്പോൾ എപ്പോഴും നമ്മളൊരു റെഫറൻസ് ബോഡി വെച്ചിട്ടാണ് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്നും ചലിക്കുന്നില്ലേ എന്ന് പറയുന്നത്. ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് ചലനത്തിലാണെന്ന് പറയും, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയും. ഇനി അടുത്തതാണ് ബലവും ചലനവും. ഫോഴ്സ് ആൻഡ് മോഷൻ. ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ചലനം മോഷൻ, അതെല്ലാവർക്കും അറിയാം. നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലാക്കാനുമുള്ള ബലം പ്രയോഗിക്കുന്നതിനോട് സാധിക്കും. ചലനത്തിൻ്റെ ദിശ മാറ്റാനും